ഞാൻ വേറെ കാര്യം ചോദിച്ചാലേ, ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ പുതിയ കാലത്തിലാണ് അങ്ങ് ജീവിക്കുന്നത്. മാത്രമല്ല, നമ്മളിപ്പോൾ അങ്ങ് ജ്യോതിഷത്തിലും ഒന്നും വിശ്വാസമില്ലെങ്കിൽ, എനിക്കും അങ്ങനെ വലിയ വിശ്വാസമില്ല, ഇത് അങ്ങേക്ക് ഒരു നല്ല സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതും നമ്മുടെ നല്ല സമയമാണ്, നിർത്താൽ മതി. മോശപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ചാലും അപ്പോഴും അതൊരു നല്ലതിലാണെന്ന് കരുതിയാൽ മതി. വലിയ പാടല്ലേ അത്? അപ്പോൾ പിന്നെ പ്രയാസമില്ല. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് നമ്മുടേതായ ഒരുപക്ഷെ അങ്ങ് ഏറ്റവും അങ്ങ് പെർഫോം ചെയ്ത കാലം കോവിഡ് കാലമായിരുന്നു. കാരണം അങ്ങ് നടത്തിയ ഒരു സംഘാടക ബലവും കോർഡിനേഷനും അതുപോലെ ആളുകൾക്കൊരു വല്ലാത്ത ഒരു പ്രതീക്ഷ കൊടുക്കുകയും തങ്ങൾക്കൊരു കാവലാളുണ്ടെന്ന് തോന്നലുണ്ടാക്കുകയും ചെയ്ത ഒരു കാലം. ആ 2 കൊല്ലക്കാലം അങ്ങയുടെ സായാഹ്നങ്ങളിലൊക്കെ തന്നെ അങ്ങ് നടത്തിയ വാർത്താ സമ്മേളനങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ലോകത്തെ മലയാളികൾക്ക്, ഒരുപക്ഷെ ലോകത്ത് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ നിയന്ത്രണത്തിന് അപ്പുറമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടാകും. മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ A to Z അങ്ങ് ആൻസറുകളുമാണ്. കാര്യം ആൾക്കാർ തിരഞ്ഞെടുത്ത് അങ്ങേ മുഖ്യമന്ത്രിയാക്കിയതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങ് എനിക്ക് തോന്നുന്നത് ഈ തലശ്ശേരി കലാപത്തിനിടയിലൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങി കലാപത്തെ നിയന്ത്രിക്കാനും ഒക്കെ ശ്രമിച്ച് ആ പോരൊക്കെ കാണിച്ച ഒരാളാണ്. അങ്ങേക്ക് അങ്ങനെ എൻ്റെ ആത്മവീര്യം ചോരുന്നു എന്നൊരു ഡൗട്ട് തോന്നിയ സന്ദർഭങ്ങളുണ്ടോ മുഖ്യമന്ത്രി ആയതിനു ശേഷം? അങ്ങനെയൊരു ഘട്ടം ഉണ്ടായിട്ടില്ല. ഒരു കാര്യങ്ങൾ ഏത് തരത്തിലുള്ളത് വന്നാലും നമുക്ക് കൂട്ടായി പരിശ്രമിച്ചത് പരിഹരിക്കുക എന്നുള്ളതാണല്ലോ. ആ കൂട്ടായ്മ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അങ്ങനൊരു കൂട്ടായ്മ നഷ്ടപ്പെട്ടതായ ഒരു ഘട്ടം ഒരിക്കലും എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടില്ല. ഈ ഒരുപക്ഷെ ഞങ്ങളുടെ മാധ്യമക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ അതിനകത്തുണ്ടാവും. അങ്ങേ ഒരു പരുക്കൻ ഒരു ഭാവം ആൾക്കാർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അങ്ങയുടെ ബോഡി ലാംഗ്വേജ് പോലും. പക്ഷേ അങ്ങേക്ക് ചില മൃദുലമായ സ്വഭാവങ്ങളുണ്ടെന്നും മനസ്സുകൊണ്ട് അങ്ങ് ഒരുപാട് സംശുദ്ധി കാണിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഭാവഭേദങ്ങളൊക്കെ ചിലപ്പോൾ ചില ക്ലോസ് ഷോട്ടുകളിലൊക്കെ വരുമ്പോൾ വേണമെങ്കിലും മനസ്സിലൊന്ന് വേദനിക്കാം. അപ്പോൾ ഈ അങ്ങയുടെ ഇമേജിന് തന്നെ ചിലപ്പോൾ സ്വാധീനിച്ചെന്ന് വരും. ആ സമയത്തൊക്കെ അങ്ങ് എന്തോ ചിന്തിക്കും? അത് ഞാൻ കാണുന്നത് ഗുണത്തിനാണ് വന്ന് ഭവിച്ചിട്ടുള്ളതെന്നാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ സമീപിക്കാൻ ആൾ തയ്യാറാവില്ല. നിങ്ങൾ ചാർത്തിത്തതൊരു സ്വഭാവം ഉണ്ടല്ലോ, അപ്പോൾ അതെടുക്കുമെന്നുള്ള സംശയം അത്തരം ആളുകൾക്ക് വരും. സ്വാഭാവികമായിട്ടും അത് വരില്ല. അതേ ഉള്ളൂ അതിനകത്ത്. TV ഒക്കെ കാര്യമായിട്ട് കാണുമോ? TV കാണാൻ സമയമുണ്ടെങ്കിൽ കാണുന്നതിന് പ്രശ്നമില്ല. അല്ല, അങ്ങ് കൃത്യമായിട്ട് സിനിമ കാണാൻ സെക്കൻഡ് ഷോ കാണാൻ പോകുന്നത്? ഇപ്പം ഞാൻ അങ്ങനെ സിനിമ കാണാറില്ല, അങ്ങനെ പോയി കാണാറില്ല. അത് സിനിമയും അടുത്താണോ? അതിനൊന്നും സമയം കിട്ടില്ല, അതാണ്. മാത്രമല്ല, ചില സമയത്തൊക്കെ തന്നെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും സ്ത്രീകളൊക്കെ ആക്രമിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള പരാതികൾക്ക് സമയം. അപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ അങ്ങ് താല്പര്യങ്ങൾ കാണിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും കേരള രാഷ്ട്രീയത്തിലുണ്ട്, കേരള സമൂഹത്തിലുമുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നങ്ങൾ ഗുരുതരമാണ് എന്ന് വരുന്ന വേളയിൽ അങ്ങെടുക്കുന്ന ഒരു നിശ്ചിതമായ നിലപാടെന്താണ്? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്? സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുക എന്ന നിലപാട് ഏതൊരു ആധുനിക സമൂഹവും സ്വീകരിക്കേണ്ടതാണല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ചിലർ തെറ്റായ രീതികൾ സ്വീകരിക്കുമ്പോൾ അതിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു പോകുക എന്നുള്ളതാണ് പൊതുവെ സമൂഹം ആഗ്രഹിക്കുന്നത്. അതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമേ സർക്കാർ ചെയ്യുന്നുള്ളൂ. അതാണ് അതിൻ്റെ ഇത്. ഞാൻ അങ്ങ് സെക്രട്ടേറിയറ്റ് ഒന്ന് 1 മണിക്കൂർ അങ്ങയോട് സംസാരിച്ചതിൻ്റെ അടുത്തിറങ്ങി. ഞാൻ ഈ സംസാരിച്ച കാര്യം എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങയോട് പറഞ്ഞൊരു തമാശ ഞാൻ അയാളോട് പറഞ്ഞു. അപ്പോൾ അങ്ങയുടെ പ്രതികരണം എന്തായിരുന്നു എന്നും പറഞ്ഞു. അപ്പം അതങ്ങനെ നമുക്ക് പുറത്തു പറയാൻ പറ്റാത്ത കാര്യമാണ്, നമ്മൾ പറയുന്നില്ല. പക്ഷേ എൻ്റെ അടുത്ത് അയാൾ അത്ഭുതത്തോട് ചോദിച്ചത്, അദ്ദേഹം ചിരിച്ചോ എന്നാണ് ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തിന് എന്താ ചിരിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ധാരണാപശകളിലൂടെ മാറട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങോട്ട് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഞാൻ ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ടെലിവിഷനിൽ ഈ പരിപാടി തുടങ്ങിയിട്ടും ഈ റേഡിയോയിൽ പ്രവർത്തിക്കുന്ന 40 കൊല്ലമായി. ഞാൻ മുഖ്യമന്ത്രിയെ കാണണമെന്ന് ആഗ്രഹിച്ചു, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഈ 40 കൊല്ലമായപ്പോൾ ഈ ആഘോഷങ്ങളിൽ അങ്ങേപോലെ തന്നെ എനിക്കും വിശ്വാസമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ കേരളത്തിൽ നമ്മൾ ഈ വാർത്താമുറിയിലിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായി അസ്വസ്ഥത ഉണ്ടാക്കുന്ന വാർത്തകൾ വരുന്നുണ്ട്. അങ്ങോട്ട് തുറന്നു പറഞ്ഞാൽ ഈ പ്രക്ഷേപിച്ച വാർത്തകളേക്കാൾ കൂടുതലാണ് പ്രക്ഷേപിക്കാത്ത വാർത്തകൾ. കാരണം ഈ അടുത്തിടെ തന്നെ നമ്മൾ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വാർത്തയായിരിക്കും, ഞാൻ അങ്ങനെ ഓർപ്പെടുത്തുകയാണ്. 10 വയസ്സുകാരൻ 12 വയസ്സുകാരിയെ സഹോദരിക്ക് MDMA കൊടുത്തു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആ രാസലഹരി ഉപയോഗിക്കുന്ന ഈ പയ്യന് അവൻ്റെ സഹോദരിയാണ് ഈ കുട്ടി എന്നവന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് നമ്മുടെ നാട്ടിലെ എല്ലാവരും പൊതുവെ എൻ്റെ കുട്ടി നന്നായി പഠിക്കുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഒന്നും വരത്തില്ല എന്നായിരുന്നു ഒരു ധാരണ. പക്ഷെ അതിൽ നിന്ന് മാറി ഒരുപക്ഷെ അങ്ങ് ഈ തലശ്ശേരി കലാപത്തിൽ നേരിട്ടിറങ്ങിയതുപോലെ
മുഖ്യമന്ത്രിയുടെ ഫുൾ വീര്യം സമൂഹത്തിലേക്ക് അങ്ങ് നേരിട്ടിറക്കാൻ സമയമായി നമുക്കിതൊക്കെ കാണുമ്പോൾ തോന്നുന്നു. അങ്ങയുടെ നിർദ്ദേശം പോലീസുകാർ കിട്ടിയിട്ടുണ്ട്. പോലീസുകാർ വളരെ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ വ്യാപകമായ പരിശോധന റെയ്ഡ് നടക്കുന്നുണ്ട്. ഒരുപാട് ഇപ്പോൾ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പോലും 2 കിലോ കഞ്ചാവ് പിടിച്ചു എന്നുള്ള വാർത്ത വരുന്നു. അപ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അങ്ങ് ഈ സമൂഹത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഒരു നിശ്ചിത സമയം ഇട്ട് ഒരു 90 ദിവസമോ 180 ദിവസമോ ഇട്ടിട്ട് ഇതിന് തടയിടും എന്ന് അങ്ങ് നേരിട്ട് ഇടപെട്ട് പറയുന്ന ഒരു സമയമാണ് എന്നെപ്പോലുള്ള ആൾക്കാർ സ്വപ്നം. കാരണം അങ്ങേക്കിത് പറ്റും. കാരണം അങ്ങെടുത്തിട്ടുള്ള പല നിശ്ചിതമായ നിലപാടും ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങയുടെ ഇതിനകത്തുള്ളൊരു തീരുമാനം എന്താണ് ഈ കാര്യത്തിൽ? ഇതൊരു ഗൗരവമായ വിഷയമായിട്ട് തന്നെയാണ് കാണുന്നത്. നമ്മൾ ഇതിനെ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള ഏറ്റവും ഗൗരവമായ ഒരു രോഗമായിട്ട് തന്നെ കാണണം. യഥാർത്ഥത്തിൽ ഇതിന് മറ്റ് നിറങ്ങളൊന്നും ചാർത്താൻ പാടില്ല. ഇതിന് മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിറം കൊടുക്കേണ്ടതായിട്ടേ ഇല്ല. ഇതിനിരയാകുന്ന ആൾ അത് കുട്ടിയാകാം, പ്രായമുള്ള ആളാകാം. അതിലേറ്റവും പ്രയാസപ്പെട്ട് വരുന്നത് കുട്ടികളുടെ കാര്യത്തിലാണ്. ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ട് ആണ് യഥാർത്ഥ മാഫിയ പ്രവർത്തിക്കുന്നത്. നമ്മൾ പലരെയും മാഫിയ എന്ന് വിളിക്കാൻ പലരെയും മാഫിയ എന്ന് വിളിച്ച് ശീലമുള്ളവരാണ്. പക്ഷേ യഥാർത്ഥ മാഫിയ ഇവരാണ്. അതായത് ഇവിടെ കിടക്കുന്നതല്ല, അന്താരാഷ്ട്ര ബന്ധങ്ങളടക്കം അതിനുണ്ട്. വളരെ ശക്തവുമാണ്. അപ്പോൾ അതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കാനുള്ള ഗൗരവമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതീവ ഗൗരവമായി ഇടപെടേണ്ട ഒരു ഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സ്കൂള് അധ്യാപകർ ആ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാവവ്യത്യാസം കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് ശ്രദ്ധിക്കുകയും അതിനനുസരിച്ച് എന്താണ് എന്ന് പരിശോധിക്കുകയും വേണം. സാധാരണ ഡ്രഗ്സിനരിയാകുമ്പോൾ അതേവരെയുള്ള സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. അത് വേഗം മനസ്സിലാക്കാൻ കഴിയുക അധ്യാപകർക്കാണ്. അതിൽ എൻ്റെ സ്കൂളാണല്ലോ, സ്കൂളിൻ്റെ പേര് മോശമാകും എന്ന ഒരു ചിന്ത പാടില്ല. നമുക്ക് ഇപ്പോൾ അത് കുറച്ച് കുട്ടികൾ മാത്രമായിരിക്കും, വിരലുണ്ടാവുന്നവരെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതാകും. ആ കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഇതിൽ നിന്ന് മുക്തരാക്കലാണ് ആവശ്യം. അപ്പോൾ അതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. അത് ബന്ധപ്പെട്ടവരെ അറിയിച്ചുകൊണ്ട് മാത്രമേ സാധിക്കൂ. ബന്ധപ്പെട്ടവരെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കടന്ന കേസാണെങ്കിൽ ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കുട്ടിയെ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അയ്യോ, കുട്ടീനെ എങ്ങനെയാണ് അങ്ങനെ കൊണ്ടുപോവുക എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. അത് ആവശ്യമായി വരും. അത് സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ഒഴിച്ചുകൂടാത്തതാണ്. ഇതേ നില തന്നെ കുടുംബവും സ്വീകരിക്കേണ്ടതുണ്ട്. അച്ഛനും അമ്മയും കുടുംബവും. എൻ്റെ മകനോ മകളോ ഇപ്പോൾ 2 കൂട്ടരും ഇതിൽ പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ മകനോ മകളോ ഇരയായി പോയെങ്കിൽ തൻ്റെ കുട്ടി ഇതിനിരയായി എന്നുള്ളത് ആരും അറിയണ്ട എന്ന് വെച്ചത് പൂഴ്ത്തി വെച്ചത് കൊണ്ട് കാര്യമില്ല. കാരണം പിന്നീടത് വലിയ തോതിൽ പരിഹരിക്കാനാവാത്ത വിധത്തിലുള്ള സ്വഭാവമായിട്ട് മാറും. ആ സ്വഭാവം മനുഷ്യനെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സഹോദരിയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അമ്മയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അച്ഛനാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പോൾ ശ്രദ്ധിച്ചെന്നറിയില്ല, ഈ അടുത്തിടയ്ക്ക് ഈ 2 മാസത്തിനിടയിൽ 70 കൊലപാതകങ്ങളിൽ 30 എണ്ണവും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു. അതെ. അപ്പോൾ അന്നേരം വിലപിച്ചിട്ട് കാര്യമില്ല. അത് തടയാൻ വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ഇത്തരം മാറ്റങ്ങൾ കുട്ടികളിൽ ഉണ്ടാകുമ്പോൾ തന്നെ നടപടികൾ സ്വീകരിക്കണം. അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇതിന് അതിവിപുലമായ ഒരു ക്യാമ്പയിൻ, പൊതു ക്യാമ്പയിൻ വരേണ്ടത്. എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരണം. അതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ, അത് കുട്ടികളുടെ മനഃശാസ്ത്രജ്ഞരടക്കം മറ്റ് വിവിധ തരത്തിലുള്ള വിദഗ്ധരടങ്ങുന്ന ഒരു സംഘത്തിൻ്റെ പ്രാഥമിക ചർച്ചകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ ചർച്ച ഈ മാസം അവസാനം
നടത്താൻ പോവുകയാണ്.